ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ക്രിയേറ്റീവ് ഹബ്ബ്. അപ്പോൾ നിങ്ങളെല്ലാവരും തമ്പനയിൽ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ, മന്തി പറഞ്ഞ കഥ. സത്യം പറഞ്ഞാൽ മന്തി അല്ലട്ട കഥ പറഞ്ഞിട്ടുള്ളത്, മന്തിക്കും വേണ്ടിയിട്ട് ഞാനാണ് കഥ പറഞ്ഞിട്ടുള്ളത്. കഥയിൽ നായകന് മന്തിയാണെന്ന് മാത്രം. അപ്പം ആ കഥ എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഈ മന്തി ഉണ്ടാക്കാനുള്ള കാരണം പറഞ്ഞു തുടങ്ങല്ലേ. 2-3 ദിവസമായിട്ട് മോന് പറച്ചിൽ തുടങ്ങിയിരിക്കണം നമുക്ക് മന്തി ഉണ്ടാക്കിയാലോ എന്ന്. അപ്പം ഞാൻ ആയിക്കോട്ടെ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞതല്ലാതെ ഉണ്ടാക്കി കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഏതായാലും അതാണ്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, ഏതായാലും ഉണ്ടാക്കല്ലേ, അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ എടുത്തതാണ് കേട്ടോ. ആദ്യം ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കി കുറച്ച് വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്ത ചിക്കൻ്റെ പീസിലേക്ക് ഇഞ്ചിൻ്റെയും വെളുത്തുള്ളിൻ്റെയും പേസ്റ്റ് ചേർത്ത് കൊടുത്തേക്കണേ. ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കി വെക്കണ വീഡിയോ ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിരുന്നേ. അത് കാണാത്തവർക്ക് അത് കാണുന്നുണ്ടെങ്കിൽ അത് പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയിട്ടാ. അത് ചേർത്തതിന് ശേഷം ഞാനിതാ 2 മാഗി ക്യൂബാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാൻ നോക്കിയപ്പോൾ പൊടിയണില്ല കേട്ടോ. സലാജന്ന് എടുത്ത പാടായതുകൊണ്ട് അത് പൊടിയണില്ല. ഇനിയിപ്പോൾ അത് പൊടിഞ്ഞില്ലാച്ചിട്ട് പ്രശ്നമൊന്നുമില്ല കേട്ടോ. അത് ചൂടായി വന്നാൽ നാനാണ്ട് പൊടിഞ്ഞ് പോയിക്കോളും. പിന്നെ അതിലേക്ക് ഞാനിതാ ഇത്രപോരം മസാലകൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൽ 2-3 പട്ടയും 3 ഏലക്കായും കുറച്ച് കുരുമുളകും 2 കറാമ്പൂവും ഉണ്ട്. പിന്നെ അതേപോലെ ഇത്തിരി മല്ലിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തേക്കണേ. അടുത്തതായി ചേർക്കാൻ പോകുന്നത് ഉപ്പാണ് കേട്ടോ. 2 മാഗി ക്യൂബ് ചേർത്തത് കൊണ്ട് തന്നെ ഉപ്പ് കുറച്ച് ചേർത്താൽ മതി കേട്ടോ. കാരണം മാഗി ക്യൂബിൽ തന്നെ അത്യാവശ്യത്തിന് ഉപ്പുണ്ട്. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തേക്കണേ. പിന്നെ കുറച്ച് ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഇങ്ങനെ ചെറുതായി അരിഞ്ഞിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തേക്കണേ. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ മന്തി ഉണ്ടാക്കാൻ ആവശ്യമായ മുഴുവൻ സാധനങ്ങളും ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉണ്ടായിട്ടല്ല കേട്ടോ ഞാൻ ഇപ്പോൾ ഇത് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഞാനിതിലൊരു സാധനം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആ സാധനം സ്കിപ്പ് ചെയ്യാതെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. പിന്നെ ആ സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കും ചെയ്യട്ടെ. എത്ര ആൾക്ക് മനസ്സിലായി എന്നുള്ളത് നമുക്ക് നോക്കാമല്ലോ. അപ്പോൾ അതിന് നിങ്ങൾ മറക്കണ്ട, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുവിധം എല്ലാവർക്കും മനസ്സിലാവുന്ന ഒരു സാധനം തന്നെയാണ്. അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായാൽ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. എന്നാൽ പിന്നെ നിങ്ങൾ മന്തി ഉണ്ടാക്കുമ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് ഉണ്ടാക്കും ചെയ്യാം. അങ്ങനെ ഞാനിത് നല്ലോണം കുഴച്ചെടുത്തിട്ട് ഇവിടെ അടച്ച് വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം അത് അങ്ങനെ ഇരിക്കട്ടെ. അടുത്തത് ഇതിലേക്ക് ആവശ്യമായ അരിയാണ് എടുക്കുന്നത്. പിന്നല്ലേ ഞാൻ ഈ മന്തി ഉണ്ടാക്കുന്നത് രാത്രിയിലാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഏതായാലും ഇപ്പോൾ രാത്രിക്കത്തുള്ള ഫുഡും നാളെ ഉച്ചക്കൊക്കെ ഉള്ളതും കൂടെ ആക്കിയിട്ട് കുറച്ച് അധികം തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലത്തെ കപ്പിന് 2 കപ്പ് അരിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേപോലെ നിങ്ങൾ ആരെങ്കിലും ചെയ്യലുണ്ടോ? രാത്രിക്കൊക്കെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ നാളെ ഉച്ചക്കൊക്കെ കണക്കാക്കി ഉണ്ടാക്കലുണ്ടോ? അങ്ങനെ വലിയ ആവേശത്തിൽ 2 കപ്പൊക്കെ അരി എടുത്തിട്ടുണ്ട്. ഉണ്ടാക്കി വന്നപ്പോഴല്ലേ എനിക്ക് തോന്നിയത് ആവേശം ഇച്ചിരി കൂടിപ്പോയോ എന്ന്. അപ്പോൾ എന്തായാലും അപ്പോൾ ഞാൻ 2 കപ്പൊക്കെ എടുത്ത് നല്ലോണം കഴുകിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണിട്ടാ. അപ്പോൾ ലാസ്റ്റ് എത്തിയാൽ നിങ്ങൾ നോക്കി ആവേശം കൂടിക്കണോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളൊന്ന് പറയോണ്ടിട്ടാ. അങ്ങനെ അരി 2-3 പ്രാവശ്യം കഴുകിക്കാണ്ട് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട്. ഇതിപ്പോൾ ആർക്കും ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അല്ലേ. ബസ്മതി റൈസ് ആകുമ്പോൾ ഇങ്ങനെ ചെയ്യണം എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ അല്ലേ. അങ്ങനെ ഞാനിതാ കഴുകിയിട്ട് വെള്ളത്തിലൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ മസാല തേച്ച് വെച്ച ചിക്കൻ എടുത്തുകൊണ്ട് അടുപ്പത്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ചിക്കനൊക്കെ വെന്ത് വരാൻ കുറച്ച് ടൈം പിടിക്കുമല്ലോ. അപ്പം ഞാൻ വിചാരിച്ച് നമുക്ക് ഇതിലേക്ക് ആവശ്യമായ ചട്നി ഉണ്ടാക്കാമെന്ന്. ഇവിടെ ഞാൻ എന്ന് മന്തി ഉണ്ടാക്കുകയാണെങ്കിലും ഇതിലേക്ക് ഈ ചട്നി നിർബന്ധമാണ് കേട്ടോ. അപ്പം ഞാൻ ഉണ്ടാക്കുന്ന ചട്നിക്ക് ആവശ്യമായ സാധനങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. ഇവിടെ ഈ ചട്നി എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് തന്നെ ഞാൻ വലിയ 3 തക്കാളി എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു പച്ചമുളക്, 3 അല്ലി വെളുത്തുള്ളി, കുറച്ചധികം ചപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഇനി ഇതെല്ലാതും കൂടെ ഒന്ന് മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പം ഞാനിതൊക്കെ മിക്സിയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തക്കാളി ഒന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കണേ. അല്ല ചെറുതാക്കി കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്താളി. അപ്പം ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്ന സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിക്കണേ. ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കാൻ പോകുന്നത് കുറച്ച് ഉപ്പാണ്. അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് സുർക്കാണ് കേട്ടോ. സുർക്ക കൂടുതലൊന്നും ചേർക്കണ്ട, ഇത് ഒരു മൂടിയൊക്കെ ചേർത്താൽ മതി. അപ്പം ഞാനിതവിടെ ഒരു മൂടി സുർക്ക ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് അടിച്ചെടുത്തുകാണ്ട് വരാം. അങ്ങനെ ഞാനിത് അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ചട്നി റെഡി ആയിക്കണേ. ചട്നിക്ക് ഇത്ര പണിയുള്ളൂ കേട്ടോ. ഈ ചട്നി ഉണ്ടാക്കാൻ വളരെ ഈസിയാണ്.
എന്നാൽ മന്തിയിൽ ഇത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അങ്ങനെ ഞാനിൻ്റെ ചട്നിയൊക്കെ ഇവിടെ റെഡി ആയതിൻ്റെ ശേഷം ഒരു പാത്രത്തേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് നമ്മളെ ചിക്കൻ എന്തായിക്കണമെന്ന് പോയോക്കാമല്ല. ഞാൻ ചട്നി ഉണ്ടാക്കാൻ പോകുമ്പോൾ തീ വളരെ കുറച്ച് വെച്ചിട്ടാണ് കേട്ടോ പോയിരുന്നത്. എന്നാലേ നമ്മളെ ചിക്കന് ഉൾഭാഗമൊക്കെ നല്ല വെന്ത് വരുള്ളൂ. അപ്പോൾ തീയൊക്കെ നല്ല കുറച്ച് വെച്ച് പോയതായിരുന്നു. അങ്ങനെ ഞാൻ വന്ന് തുറന്നു നോക്കുമ്പോൾ മറിച്ചിടാനെന്നുള്ള രൂപത്തിലായിട്ടില്ല. ഒന്നും കൂടെ വെന്തോട്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ തന്നെ അടച്ച് വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചോറിനുള്ള വെള്ളം മറ്റേ അടുപ്പത്ത് വെച്ചിരുന്നു കേട്ടാ. ചോറിന് വെള്ളം വെക്കുന്ന ഭാഗം വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടാ. വെള്ളം വെക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ച് ഒന്നും ചേർത്തിട്ടില്ല കേട്ടാ. ജസ്റ്റ് വെള്ളം മാത്രം എടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഞാൻ കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഇതൊന്ന് തുറന്നു നോക്കിയപ്പോൾ ചിക്കൻ്റെ ഒരു ഭാഗം നല്ലോണം സെറ്റ് ആയിക്കണമെന്ന് മനസ്സിലായി. അപ്പം ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറേ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഞാൻ ആദ്യം തന്നെ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് ഒരു ഭാഗം നല്ലോണം സെറ്റായതിന് ശേഷം മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം സെറ്റാക്കി എടുക്കാൻ തന്നെ ഞാൻ വിചാരിച്ചിരുന്നത്. അങ്ങനെ ഒരു ഭാഗം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ മറിച്ചിട്ട് കൊടുത്തിട്ട് മറ്റേ ഭാഗം കൂടെ ഒന്ന് സെറ്റാക്കി എടുക്കാം. അങ്ങനെ ആ തിരിമറിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനിത് ഇവിടെ അടച്ച് വെച്ചിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അടുത്തത് ഞാൻ ഈ നേരത്തെ വെച്ച വെള്ളത്തിലേക്ക് ഇത്ര പോരം സാധനങ്ങൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു കറാമ്പട്ടയും ഒരു ഏലക്കായും ഒരു കറാമ്പൂവും 2-3 കുരുമുളകും മാത്രമാണ് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വക സാധനങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ പെറുക്കി ഒഴിവാക്കാൻ തന്നെ നിൽക്കേണ്ടി വരും. അപ്പോൾ അത് പെറുക്കി ഒഴിവാക്കണ പണി കുറക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കൂടുതലൊന്നും ചേർക്കണില്ല. എന്നാൽ ഫ്ലേവറിന് കുറച്ച് കിടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് 2-3 ചേർത്ത് കൊടുത്തും ചെയ്തേക്കണം. അത് ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ഈ വന്ന് തുറന്നു നോക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതാ മറ്റേ ഭാഗം കൂടെ നല്ലോണം റെഡിയായി വന്നിക്കണ്. അപ്പം ഇനി ഇത്രയും ആയാൽ മതിട്ടാ. ഇനി നമുക്കിത് ഓഫാക്കി വെക്കാം. ഇപ്പോൾ അതാ മന്തിക്കുള്ള ചിക്കൻ സെറ്റ് ആയിക്കണേ. ഇനി നമുക്ക് റൈസും കൂടെ സെറ്റാക്കി എടുക്കാണ്ടല്ലോ അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ കഴുകി വെള്ളത്തിലിട്ട റൈസൊന്ന് ഞാൻ എടുത്ത് നോക്കിയപ്പോൾ ഇത് നല്ലോണം ആയി വന്നിട്ടുണ്ട്. എന്നാൽ പിന്നെ ഇത്തെ വെള്ളം വാർത്തെടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇതേപോലത്തെ അരിപ്പയൊക്കെ ഇട്ട് കൊടുത്തിക്കണ്. അങ്ങനെ അതൊക്കെ റെഡിയാക്കി വെച്ചിക്കണ്. അതിൻ്റെ ശേഷം ഞാൻ നേരത്തെ നമ്മൾ അരി തിളപ്പിക്കാൻ വെച്ച വെള്ളം എന്തായിക്കണെന്ന് പോയി നോക്കിയപ്പോഴല്ലേ ഇത് കണ്ടത്. ഈ കണക്കിന് പോവുകയാണെങ്കിൽ അരി ഇപ്പം തന്നെ ഒന്നും ഇതിൽ ഇടാൻ പറ്റൂല എന്നുള്ളത്. അപ്പം ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായപ്പോൾ ഞാൻ വേഗം തന്നെ ആ അടുപ്പത്തിൽ നിന്ന് ഈ അടുപ്പത്തേക്ക് ഒന്നാണ്ട് മാറ്റി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ അടുപ്പത്ത് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ തന്നെ അതിനൊരു സൗണ്ടൊക്കെ വരവ് തുടങ്ങിയിരിക്കണം കേട്ടോ. ആ വെള്ളം തിളക്കുമ്പോൾ ഉണ്ടാവില്ല ഒരു സ് എന്ന് പറഞ്ഞ സൗണ്ട്. അപ്പോൾ അതിമക്കൊക്കെ എത്തിക്കണേ. അപ്പോഴാണ് സമാധാനമായത്. അപ്പോൾ പിന്നെ ഞാൻ കഴുകി ഊറ്റി വെച്ച അരി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ഈ വെള്ളത്തിൽ ഉപ്പിട്ട് കൊടുത്തിരുന്നു. ആ വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ്. പിന്നെ ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിനല്ല ഈ മന്തിയിൽ ഞാനൊരു സാധനം സ്കിപ്പ് ചെയ്യുന്നുണ്ടെന്ന്. അത് ഈ ഉപ്പല്ല കേട്ടാ. ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അത് വീഡിയോ എൻ്റെ അടുത്ത് നിന്ന് മിസ്സായതാണ്. അങ്ങനെ ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ട് അവിടെ വെക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറച്ച് നേരമൊക്കെ കഴിഞ്ഞ് വന്ന് നോക്കിയപ്പോൾ നല്ല തിളച്ച് അരിയൊക്കെ വന്നിക്കണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അത് ഞാൻ ഊറ്റിയെടുക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞാൻ അതൊന്ന് ഊറ്റിയെടുക്കുന്നുണ്ട്. ഈ ഊറ്റിയെടുക്കുക എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. വാർത്തെടുക്കണതിനാണ് കേട്ടോ പറയുന്നത്. ഞങ്ങളിവിടെ അങ്ങനെ കേട്ടോ പറയൽ. നിങ്ങളെ നാട്ടിൽ ഈ വാർക്കുക എന്നല്ലാതെ വേറെ എന്തെങ്കിലുമാണ് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇപ്പം നമ്മളെ മന്തിൻ്റെ ഒരുവിധം പരിപാടി ഇവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇപ്പം ഞാനിതിൽ സ്കിപ്പ് ചെയ്ത സാധനം ഇപ്പോൾ ഒരുവിധം ആൾക്കാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അല്ലേ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലിട്ടാ. അങ്ങനെ ഈ ചിക്കനൊക്കെ ഒരു പ്ലേറ്റിക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ശേഷം നമ്മൾ ഊറ്റി വെച്ച റൈസ് ഉണ്ടല്ലോ അത് ഇതിൽക്കിട്ട് മിക്സ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. മിക്സ് ചെയ്യാനും വേണ്ടിയിട്ട് അതിൽക്ക് ഇട്ടപ്പോഴല്ല ആകെ പണി പാളിയത്. അതിൽക്ക് ഇട്ടും ചെയ്ത് പിന്നെ ഇളക്കി മിക്സ് ചെയ്യാമെന്ന് നോക്കുമ്പോൾ അതിന് യാതൊരു നിവർത്തിയില്ല കേട്ടോ. അപ്പം മനസ്സിലായി ഇതിലിട്ടിട്ട് മിക്സ് ചെയ്യാൻ പറ്റൂലെന്ന്. അപ്പോൾ തന്നെ വേഗം പോയിക്കാണ്ട് ഞാൻ ഇതിൻ്റെ വലിയൊരു പാത്രം എടുത്തോട് നിൽക്കാണ്ട് അതിൽക്ക് ഇത് മാറ്റി കൊടുക്കുന്നുണ്ട്. ഈ പാത്രത്തിൽ പിന്നെ ചുറ്റളവ് കൂടുതലായതുകൊണ്ട് ഇതിലിട്ട് മിക്സ് ചെയ്യാൻ നല്ല സുഖമായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ നല്ലോണം മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കോരി വെച്ച ചിക്കനും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ചേർത്തതിൻ്റെ ശേഷം അടച്ച് വെച്ചിട്ട് കുറഞ്ഞ തീയിൽ കുറച്ച് നേരം അവിടെ കിടന്നോട്ടെ. അപ്പോൾ മന്തി ഉണ്ടാക്കൽ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ ഞാൻ ചേർത്ത് കൊടുക്കാത്ത സാധനം എന്താണെന്നുള്ളത്. മനസ്സിലായാലും ഇല്ലെങ്കിലും കമൻറ്റ് ചെയ്യണം. മനസ്സിലായവർ അതെന്താണെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇല്ലാത്തവർ ഇല്ല എന്ന് കമൻറ്റ് ചെയ്യണം. അങ്ങനെ ഞാൻ കുറച്ച് നേരം ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ അത് വന്ന് തുറന്ന് നോക്കുമ്പോൾ സാധനം ഇതവിടെ സെറ്റ് ആയിക്കണേ. അതുകൊണ്ട് തുറക്കുമ്പോൾ തന്നെ ഒരു പ്രത്യേക തരം സ്മെല്ലൊക്കെ വരാനുണ്ട്.
പിന്നെ തുറന്ന് നോക്കിയപ്പോൾ എൻ്റെ കണ്ണ് തള്ളിയത് എന്താണെന്ന് വെച്ചാൽ ചോറിൻ്റെ ക്വാണ്ടിറ്റി കണ്ടപ്പോഴാണ് കേട്ടാ. വലിയ ആവേശത്തിൽ 2 കോരിയൊക്കെ എടുത്തിട്ട് സംഭവിച്ചത് ഇതാണ് കേട്ടാ. അപ്പം ഞാൻ വിചാരിച്ച് ഇപ്പം ഏതായാലും നാട്ടിൽ ഓരോ ഡേകൾ വരുന്നുണ്ടല്ലോ. അതായത് ഇപ്പോൾ 2-3 ദിവസം മുന്നേ ചോക്ലേറ്റ് ഡേ, ടെഡി ഡേ എന്നൊക്കെ മക്കൾ വന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാനും തന്നെ അതിനൊരു കുറവും വരുത്തിയില്ല. ഞമ്മക്ക് നാളെ മന്തിയുടെ ആയാണ്ട് ആചരിക്കാമെന്നാണ്ട് വിചാരിച്ച്. അല്ലാതെ ഇപ്പോൾ ഈ മന്തിയൊക്കെ കൂടെ തീരണ്ടല്ലേ. അങ്ങനെ ഞാൻ നാളെ രാവിലെ മുതൽ തന്നെ മന്തിയുടെ ആചരിക്കാനായിട്ട് തീരുമാനിച്ചിറങ്ങിയിരിക്കണ്. അല്ല പിന്നെ നമ്മളോടാണ് കളിയല്ലേ. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ അധികം നീട്ടിക്കൊണ്ടാവണില്ല കേട്ടാ. ഈ ചട്നി ഇതിക്കാണ്ട് പാർന്നിക്കാണ്ട് ഒന്നാകെ മിക്സ് ചെയ്തിട്ടൊന്ന് കഴിച്ച് നോക്കിയിട്ട് എങ്ങനെ ഉണ്ട് എന്നുള്ളത് നിങ്ങളോട് പറയാമല്ലോ.